ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്തെല്ലാം വിശേഷം? പിന്നെ നാട്ടിൽ ഇവിടെ നല്ല ചൂടാട്ടോ. നാട്ടിൽ മഴയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല കടുത്ത ചൂടാണ്. പിന്നെ നമുക്ക് ഇന്നൊരു കർണാടക സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇന്നതാണേ കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണിത്. ഗരം മസാല, കസൂരി മേത്തി, മല്ലിയില, ഒരു 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 പച്ചമുളക് കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ വേണം, പുതിനയില വേണം, ഉള്ളി വേണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ വേണം. ഓയിലും കുറച്ച്. ഇനി അത് ഉണ്ടാക്കി തുടങ്ങാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ബിരിയാണിയാണ്. ചിക്കനിലോ മട്ടനിലോ ഏതിലും വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുക്കറല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എളുപ്പത്തിന് വേണ്ടി കുക്കർ വെച്ചിന്. ഇനി ഓയിൽ ഒഴിക്കാം. ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇത് വേണം കേട്ടോ, മറന്നുപോയി പറയാൻ. ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇതിടെ. ഇനി എണ്ണയിലേക്ക് ഇടുന്ന പുതിനയില, പുതിനയില കഴുകി അങ്ങനെ വെച്ചതുകൊണ്ട് വെള്ളത്തോടായതുകൊണ്ട് അങ്ങനെ വെച്ചാൽ മതി. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇനി അതിലേക്ക് 4 മീഡിയം സൈസ് ഉള്ളിയാണ് ഇടുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഞാനിപ്പോൾ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത്. അതേ അളവിൽ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറട്ട്. ഇനി ഞാൻ ഈ അരിഞ്ഞ വെച്ച തക്കാളിയും മുറിക്കാത്ത പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇടുന്നതിന്, അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 3/4 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇറച്ചിൻ്റെ വെള്ളം ഉള്ളീൻ്റെ വെള്ളമെല്ലാം ആവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 5 വിസിലിനെടുത്ത് നോക്കണം. ബീഫ് പല ടൈപ്പിലുണ്ടാവും. ചിലത് നല്ല വേവുണ്ടാവും, ചിലത് നല്ല കുറച്ചേ വേവുണ്ടാവുള്ളൂ. നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കസൂരി മേത്തിയ പുതിനയില എണ്ണയിൽ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അടിപൊളി ബിരിയാണി എന്നിട്ട് ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ്. വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് നോക്കാം. 5 വിസിലിന് ഓഫാക്കി നോക്കിയതാണ്. വെള്ളമൊന്നും ആവശ്യം വന്നിട്ടില്ല. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. ബീഫിൻ്റെയും ഉള്ളീൻ്റെയും എല്ലാം വെള്ളമുണ്ട്.
അപ്പോൾ ഇനി അരി ഇടുമ്പോൾ ഇല്ലേ, വെള്ളം എടുക്കുമ്പോൾ 1 1.5 എന്നുള്ള കണക്കിൽ വെള്ളം എടുക്കേണ്ടത് കുറച്ചൊരു 1.25 എടുക്കേണ്ടി വരുള്ളൂ കേട്ടോ. ഈ വെള്ളം കൂടി കണക്കാക്കണം. അതുപോലെ ഞാൻ ഇത് വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചിനെ, മീഡിയം ഫ്ലെയിമിൽ. പിന്നെ അതുപോലെ മുളക് പൊടി ഇട്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഇതെല്ലാം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട്, ഇനി അത് ഉപ്പും കൂടി ആഡ് ചെയ്യണം. കുറച്ച് ചെറുനാരങ്ങ നീരാക്കുന്നുണ്ട്. ഉപ്പ് നോക്കുമ്പോൾ ചോറിനും കൂടിയുള്ള ഉപ്പ് കണക്കാക്കണം അതിൽ കേട്ടോ. അരി ഇട്ടിട്ട് ഉപ്പിട്ടാലും മതി, എന്നാലും ഉപ്പൊന്ന് നോക്കണം. ഞാൻ അരിക്ക് ഒരു 1/2 കിലോൻ്റെ ഒരു പാട്ട അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് 1.5 വെള്ളം ഒഴിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നത്, 1 ഒഴിക്കുന്നുള്ളൂ, ബാക്കി വെള്ളം ഇതിലുണ്ട്. നന്നായി ഇളക്കി ഉപ്പെല്ലാം നോക്കി വെള്ളം നന്നായി തിളച്ചാൽ അരിയിടാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി ഊറ്റി വെച്ച അരിയിടാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിലിന് അടച്ച് വെക്കുക. ഒറ്റ വിസിലിന് ഓഫാക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിൽ വന്ന് ഓഫാക്കണം. എന്നിട്ട് തണുത്താൽ തുറക്കുക. ഞാൻ ഒന്നുകൂടി പറയുന്നത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ബിരിയാണിയിൽ സൂപ്പർ ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർണാടക സ്റ്റൈൽ ബിരിയാണി റെഡിയായി. ഒരു ഉപ്പോ പുളി ഒന്നും കുറഞ്ഞിട്ടില്ല, എല്ലാം പാകത്തിനുണ്ട്. വെള്ളം അതുപോലെ പാകത്തിനായിന്.